നമസ്കാരം, ഞാൻ ബിജേഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് വളരെ ഈസി ആയിട്ട് മാർക്കറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു കാണും. കാരണം വളരെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിൽ നൽകിയിരുന്നു. നമുക്ക് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഇതാണ്. ഹയർ ലെവല് റിസ്ക് ആണ്. ഹയർ ലെവലിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത, കുറച്ചൊരു റിസ്കി സിറ്റുവേഷൻ ആണ് മാർക്കറ്റിൽ കാണുന്നതെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഫിനിഫിലും സപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നത് 23,490 ഹോൾഡ് ചെയ്തുകൊണ്ട് 520 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. റൈറ്റ് ഒരു ബൈ ഈ ഒരു റേഞ്ചിൽ നിന്നാണ് കിട്ടിയിരുന്നത്. രാവിലെ തുടക്കത്തിൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. 23,630 താഴെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. റൈറ്റ് ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ആണ് മാർക്കറ്റിൽ കിട്ടിയിരുന്നത്. ബൗൺസ് ചെയ്ത് ശ്രദ്ധിക്കുക. രാവിലത്തെ ഒരു സെക്ഷനിൽ ഫിൻ നിഫ്റ്റി ബൗൺസ് ചെയ്തത് 23,520. ജസ്റ്റ് ഇവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ റൈറ്റ് ചെറിയ ടൈം ഫ്രെയിലൊക്കെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ റൈറ്റ് ഒരു സപ്പോർട്ട് ചെയ്താണ് ഇത് ബൗൺസ് ചെയ്തത്. റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഹയർ ലെവൽ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കുറച്ച് റിസ്ക് ആണ് മാർക്കറ്റിന്. 4,420 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പക്ഷെ 420 മുകളിലേക്ക് ഒരു ക്യാനിൽ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. ഓപ്പണിംഗ് ക്യാനിൽ തന്നെ 420 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു. റൈറ്റ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. 340 കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. 340 താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ കുറച്ചൊരു ഡേഞ്ചറാണ് സിറ്റുവേഷൻ. പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന്റെ താഴെ കുറച്ചധികം വീക്ക്നെസ് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഇപ്പൊ 340 താഴെ ഒരു ലൈൻ വരച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു മുകളിലേക്ക് ബൈയുടെ ഓപ്പർച്യൂണിറ്റി അത് കിട്ടിയിട്ടില്ല. എക്സാക്റ്റ് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. റൈറ്റ് ആയിട്ടുള്ള ഒരു സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. അടുത്തൊരു സപ്പോർട്ടും വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തു പോകുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, മാർക്കറ്റിൽ ഒരു വോളിയം വരുമ്പോൾ വോളറ്റാലിറ്റി കൂടുന്ന ഒരു സമയത്ത് ഈ ഒരു സപ്പോർട്ടുകൾ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നത് കാണാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇമ്പോർട്ടന്റ് സപ്പോർട്ട് 24,200 പക്ഷെ അത് മാനേജ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നത് 24,200 താഴത്തേക്ക് വന്നതിന് ശേഷം 200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈർ ഓപ്പർച്യൂണിറ്റി. നമ്മൾ റൈറ്റ് ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി ഈ ഒരു റേഞ്ചിലാണ് സൂചിപ്പിച്ചിരുന്നത്. മാർക്കറ്റിന്റെ നെഗറ്റീവ് സെന്റിമെന്റില് 24,200 താഴെ ക്ലോസ് നിലനിർത്തിയാലാണ്. പക്ഷെ ഇൻട്രാഡേ സപ്പോർട്ട് നമ്മൾ പറഞ്ഞിരുന്നു 24,200 അല്ല സപ്പോർട്ട്, 24,200 താഴെയാണ് സപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 200 താഴെ വന്നതിന് ശേഷം തിരിച്ചു കയറുമ്പോൾ ബൈക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ നൽകിയിരുന്നത്. അതിനുശേഷം ആയാലും ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒക്കെ എക്സാക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വർക്കിംഗ് ആയിരുന്നു മാർക്കറ്റിൽ നമ്മൾ കണ്ടിരുന്നത്. വരും ദിവസങ്ങളിലായാലും നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നിഫ്റ്റിയിലും മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് 24,340 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിരുന്നു. 24,340 അതിന്റെ താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക്നെസ് ആണ്, ഇൻട്രാഡേയിൽ വീക്ക്നെസ് ആണ്. ഇതിന്റെ താഴെ നിലനിൽക്കുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിന്റെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഇതിന്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. ഇതിന്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ മാത്രമാണ് വീക്ക്നെസ്. ഈ ഒരു ലെവലൊക്കെ ഓപ്പൺ ചെയ്താൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലൊക്കെ ഓപ്പൺ ചെയ്താൽ ചെറിയ ടൈമിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട് സെല്ലിൽ തന്നെയാണ് സാധ്യത. നിഫ്റ്റിനെ മാനേജ് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. ഇവിടെ 24,340 റെസിസ്റ്റൻസ് ആണെങ്കിലും നല്ലൊരു ബൈർ ഓപ്പർച്യൂണിറ്റി അതിന്റെ ഒരു മുകളിലല്ല. 365 മുകളിലേക്കെങ്കിലും സസ്റ്റെയിൻ ചെയ്യണം. 340 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് 410, 430 റേഞ്ചിന്റെ അടുത്താണ്. ഇൻ കേസ് ഈ റേഞ്ചിൽ നിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ 410 ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്യണം. ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു റേഞ്ചിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും പ്രോഫിറ്റ് ബുക്കിന് സാധ്യത. 365 മുകളിലാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ബൈ വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം.
ചെറിയ ടൈം ഫ്രെയിമിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 400-430 എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 24,275 ആണെങ്കിൽ സപ്പോർട്ടാണ്. ഒരു ഏരിയ സപ്പോർട്ടാണ് ഇട്ടെടുത്തിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും 340 അടുത്ത റെസിസ്റ്റൻസും ഓർത്ത് വയ്ക്കണം. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലാണ് അടുത്ത റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 24,275 താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത. 205 സ്ട്രോങ് സപ്പോർട്ടാണ്. 205 ഒരു താഴത്തേക്ക് ഇനി 150 സപ്പോർട്ട് എടുത്തിട്ടില്ല. കാരണം 205 താഴത്തേക്ക് ഇൻട്രാഡേയിൽ നിലനിന്നാൽ വീക്ക്നെസ് ആണ്. ഇൻട്രാഡേയിൽ 340 താഴെ തന്നെ വീക്ക്നെസ് ആണ്. പക്ഷേ ഈ ഒരു റേഞ്ചിലൊക്കെ സപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 24,205. ഹോൾഡ് ചെയ്ത് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 24,205 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലും ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാലും കൂടുതൽ വീക്ക്നെസ് ആയിരിക്കും. മാർക്കറ്റിന്റെ പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. എന്നാലും റൈറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് കയറിയിരിക്കുന്നത്. റൈറ്റ് സപ്പോർട്ടിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് നിലനിർത്തുമോ എന്ന അടിസ്ഥാനമാക്കിയായിരിക്കും വരും ദിവസത്തെ ഒരു ട്രെൻഡ് വരുന്നത്. 205 താഴെ സപ്പോർട്ട് ഉണ്ട്, 150 സപ്പോർട്ടുണ്ട്, 105 സപ്പോർട്ട് ഉണ്ട്. ഈ രണ്ടും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ടുകളുണ്ട്, അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് നോക്കുക. 52,400 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. 400, 300. അപ്പോൾ 300 ബ്രേക്ക് ചെയ്ത 300 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി നമുക്കൊന്ന് കിട്ടിയിട്ടില്ല. അതായത് 400ന്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ അത് സൂചിപ്പിച്ചായിരുന്നു. തൊട്ടടുത്ത റെസിസ്റ്റൻസ് നൽകുമ്പോൾ ഇങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത്. 300 ഹോൾഡ് ചെയ്തൊന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും 400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിരുന്നില്ല. അതിന് ശേഷം 300 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് കൂടുതൽ വീക്ക്നെസ്. ഈ ഒരു സപ്പോർട്ട് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് മുൻ ദിവസത്തെ വീഡിയോസ് നൽകിയിട്ടുണ്ട്. ആ സപ്പോർട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വരും ദിവസങ്ങളിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ 52,250 റെസിസ്റ്റൻസ്, 250 മുകളിൽ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 52,400 റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ 52,175 സപ്പോർട്ട്, 175 സപ്പോർട്ട്. ഇൻ കേസ് ഇതിൻ്റെ ഒരു മുകളിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈക്കാണ് സാധ്യത കൂടുതൽ. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 52,175 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ്. ഓപ്പൺ ചെയ്യുന്നത് 52,175 താഴെയാണ്. ചെറിയൊരു ക്യാൻഡിലിന്റെ താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. 52,075 സപ്പോർട്ട്, 52,015 സപ്പോർട്ട്, 51,940 സപ്പോർട്ട്. ലോവർ ലെവലിൽ ഇനി 51,940 നല്ല സപ്പോർട്ടാണ്. അപ്പൊ ഇതിന്റെ താഴെ വന്നതിന് ശേഷം തിരിച്ചതിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കുക, ബൈക്കാണ് സാധ്യത കൂടുതൽ ഈ ഒരു ലെവലിൽ നിന്ന്. ഓപ്പൺ ചെയ്ത ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട് സെൽ തന്നെയാണ് സാധ്യത. 52,175 സസ്റ്റെയിൻ ചെയ്യുന്ന അടിസ്ഥാനമാക്കിയായിരിക്കും പിന്നെ അടുത്തൊരു മൊമെന്റം മാർക്കറ്റിൽ കിട്ടുന്നത്. ഓപ്പൺ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 52,400 അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ. ഫിൻ നിഫ്റ്റി ഇന്ന് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ശ്രദ്ധിക്കുക. 23,490, 520. ഇത് രണ്ടും ലോവർ ലെവലിൽ സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് നിലനിർത്തിയാൽ കൂടുതൽ വീക്ക്നെസ് ആണ്. അടുത്ത സപ്പോർട്ട് ലെവലിലേക്ക് എത്തും. ഫിനിഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ 23,610 റെസിസ്റ്റൻസ്. 610 ഒരു താഴെ ഒരു ഓപ്പണിംഗ്. ചെറിയ ടൈമിലെ ഷോർട്ട് സെൽ തന്നെയാണ് സാധ്യത. 23,520 സപ്പോർട്ട്. 480 താഴെയാണ് ഷോർട്ട് സെൽ ആക്റ്റീവ് ആവുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 450 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ വീക്ക്നെസ് ആണ്. പക്ഷെ ഈ റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ 520 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും ഒരു ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. അടുത്ത റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 610 ബ്രേക്ക് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ്. ലോവർ ലെവലിൽ 23,400 സ്ട്രോങ് സപ്പോർട്ടാണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇത്ര ലെവലിൽ ഫോളോ ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. താങ്ക് യു.